بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا വർസുഖ്നാ ഇൽമൻ നാഫിഅ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിൻ്റെ മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇഅ്തികാഫിനെ സംബന്ധിച്ചും ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ചാണ്. അതിൻ്റെ ഫളായിലുകളോ മറ്റുള്ള ശ്രേഷ്ഠതകളോ പറയുന്നില്ല, അതാവശ്യമില്ല ഈ സദസ്സിൽ എന്നുള്ളത് കൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട ചില മസ്അലകളും അതിൻ്റെ ഹുക്മുകളും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇഅ്തികാഫ് എന്നുള്ളത് അറബി ഭാഷയിൽ ഇഅ്തകഫ എന്ന പദത്തിൻ്റെ അർത്ഥം ലുസൂമുശൈ, ഒരു വസ്തുവിനെ മുറുകെ പിടിക്കുക, അതിനൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 സ്ഥലങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹ ആകിഫൂൻ, നിങ്ങൾ ഈ ഭജനമിരിക്കുന്ന, നിങ്ങളെപ്പോഴും ഏത് സമയത്തും ചേർന്നിരിക്കുന്ന ഈ ബിംബങ്ങൾ ഏതാണ്? അതാണ് എൻ്റെ അർത്ഥം, ചേർന്നിരിക്കുക, അതിൻ്റെ കൂടെ ഇരിക്കുക. അതുപോലെ തന്നെ ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് അത് പറയുമ്പം വജാവസ്നാ ബനി ഇസ്രായേൽ അൽ ബഹ്റ ഫഅതൗ അലാ ഖൗമിൻ യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. ബനു ഇസ്രായേൽ കടലും കടന്ന് അടുത്തൊരു പ്രദേശത്ത് എത്തിയപ്പോൾ അവിടെ ബിംബങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ അടുക്കലേക്ക് അവരെത്തി, ഒരു സമൂഹത്തിൻ്റെ അടുക്കലേക്ക് അവരെത്തി. അപ്പോൾ ഒരു വസ്തുവിൻ്റെ കൂടെ ചേർന്നിരിക്കുക എന്നുള്ളതാണ് ഇഅ്തികാഫ എന്ന പദത്തിൻ്റെ അർത്ഥം. അത് നന്മയിലാണെങ്കിലും തിന്മയിലാണെങ്കിലും അങ്ങനെയാണ് ഉപയോഗിക്കുക. നന്മയിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല അൻ തഹിറ ബൈതിയ ലിത്തായിഫീന വൽ ആകിഫീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടും അല്ലാഹു കൽപ്പിച്ചു, അല്ലാഹുവിൻ്റെ ഭവനം കഅബ വൃത്തിയാക്കാൻ, അത് പരിശുദ്ധമാക്കാൻ. ആർക്ക് വേണ്ടിയിട്ട്? ലിത്തായിഫീന, തവാഫ് ചെയ്യുന്നവർക്ക്, വൽ ആകിഫീന, അവിടെ ഭജനമിരിക്കുന്നവർക്ക്. അതുപോലെ തന്നെ വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പെണ്ണുങ്ങളുമായിട്ട് ഭാര്യകളുമായിട്ട് ബന്ധം സ്ഥാപിക്കരുത്, നിങ്ങൾ ഇഅ്തികാഫിരിക്കുന്ന അവസ്ഥയിൽ, ഭജനമിരിക്കുന്ന അവസ്ഥയിൽ. അങ്ങനെ 4 സ്ഥലങ്ങളിലാണ് ഈ ഇഅ്തികാഫ് എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. ആ 2 സ്ഥലം തിന്മയിലാണെങ്കിൽ 2 മറ്റുള്ള സ്ഥലം നന്മയിൽ. അപ്പം നന്മക്കും തിന്മക്കും ചേർന്നിരിക്കുന്നതിന് ഇഅ്തികഫ എന്ന പദം ഉപയോഗിക്കും. അപ്പം ഇഅ്തികാഫ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഭജനമിരിക്കുന്നതിനാണ്, പള്ളിയുമായി ചേർന്നിരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയാം. അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ പറയാൻ, ആ ഓരോ ഹദീസിലും അതുമായി ബന്ധപ്പെട്ട മസ്അലകളുണ്ടാവും. ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, أن النبي صلى الله عليه وسلم كان يعتكف العشر الأواخر من رمضان حتى توفاه الله. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ റമദാനിലെ അവസാനത്തെ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുമായിരുന്നു. ആ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇഅ്തികാഫിൻ്റെ ഏറ്റവും അഫ്ളലായ സമയം റമദാനിലെ അവസാനത്തെ 10. അടുത്തൊരു ഹദീസ്, ثم اعتكف أزواجه من بعده صلى الله عليه وسلم
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം റസൂലിൻ്റെ ഭാര്യമാർ ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഈ ഹദീസിൻ്റെ ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പെണ്ണുങ്ങൾക്കും ഇഅ്തികാഫ് സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. പെണ്ണുങ്ങളും ഇഅ്തികാഫ് ഇരിക്കേണ്ടത് പള്ളിയിലാണ്. അടുത്തൊരു ഹദീസാണ് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു كان النبي صلى الله عليه وسلم يعتكف في كل رمضان 10 أيام. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമദാനിലും ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു 10 ദിവസം. فلما كان العام الذي قبل فيه اعتكف 20 يوما. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ റമദാനിൽ അല്ലാഹുവിൻ്റെ റസൂൽ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അപ്പം ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചിത ദിവസം നിശ്ചയിച്ചിട്ടില്ല ഇഅ്തികാഫിന്. അത് ഓരോരുത്തർക്കും അവരുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ആ നിയ്യത്തിലൂടെ ഇഅ്തികാഫിലേക്ക് പ്രവേശിക്കാം. നിശ്ചിത ദിവസമോ സമയമോ നിശ്ചയിച്ചിട്ടില്ല. അടുത്തത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, أنها كانت ترجل النبي وهي حائض وهو معتكف في المسجد. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുടി ചീകി കൊടുക്കുമായിരുന്നു, തല വൃത്തിയാക്കി കൊടുക്കുമായിരുന്നു. വഫി ഹുജ്റതിഹ യുനാവിലുഹാ റഅസഹു. ആയിഷ റളിയല്ലാഹു അൻഹ ഹൈലുകാരിയായിരിക്കെ തൻ്റെ ഹുജ്റയിലിരുന്ന്, വീട്ടിലിരുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കിടന്ന് തല വീട്ടിലേക്ക് ചായ്ച്ചു വെച്ചു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീടും മസ്ജിദും ഒന്നിച്ചായിരുന്നു. അപ്പം പള്ളിയിൽ കിടന്ന് വീട്ടിലേക്ക് തല ചായ്ച്ചു വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഹൈലുകാരിയായിരിക്കെ വീട്ടിലിരുന്ന് റസൂലിൻ്റെ തല വൃത്തിയാക്കുമായിരുന്നു. ഈ ഹദീസിലൂടെ മനസ്സിലാകുന്നത് ഇഅ്തികാഫ് പള്ളിയിലാണ്, പള്ളിയിൽ പുറത്ത് ഇഅ്തികാഫാകാൻ പാടില്ല. അത് പള്ളിയോട് ചേർന്ന വീടാണെങ്കിലും ശരി. കാരണം റസൂല് തല വൃത്തിയാക്കാൻ വീട്ടിലേക്ക് പ്രവേശിച്ചില്ല, പള്ളിയിൽ തന്നെയായിരുന്നു. 2 ഹൈലുകാരിക്ക് ഇഅ്തികാഫ് ഇല്ല. കാരണം ഇഅ്തികാഫ് എന്നുള്ളത് പള്ളിയിലാണ്, ഹൈലുകാരിക്ക് എന്തില്ല, പള്ളിയിൽ പ്രവേശനമില്ല. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലിരുന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ തല വൃത്തിയാക്കി കൊടുത്തത്. അടുത്തൊരു ഹദീസ്, വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ബൈത ഇല്ലാ ലിഹാജത്തിൽ ഇൻസാനി ഇദാ കാന മുഅ്തകിഫ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യന് അത്യാവശ്യമായ കാര്യത്തിലല്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കുമായിരുന്നില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒന്നുകിൽ ഗുസ്ലി കുളി, അല്ലെങ്കിൽ ഖളാഇൽ ഹാജ, അങ്ങനെയുള്ള മാനുഷികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്നത്. ഈ ഹദീസിന് മനസ്സിലാകുന്നത് എന്താണ്? ആവശ്യത്തല്ലാത്ത, ഹാജത്തല്ലാത്ത മറ്റൊരു കാര്യത്തിന് വേണ്ടി വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല ഇഅ്തികാഫ് ഇരിക്കുന്ന ആൾ. ഞാൻ ഹദീസ് പറഞ്ഞതിന് മസല ഒന്ന് ചുരുക്കാൻ കേട്ടോ, കുറേ പറയാറുണ്ട് ഖിയാമുൽ ലൈലിനെ സംബന്ധിച്ചും ഇഅ്തികാഫിനെ സംബന്ധിച്ചും, വളരെ ചുരുക്കിയാണ് പറയുന്നത്. അടുത്തൊരു ഹദീസ്, عن ابن عمر رضي الله عنه كان رسول الله صلى الله عليه وسلم يعتكف العشر الأواخر من رمضان. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. വലി മുസ്ലിമിൻ ഖാല നാഫിഉൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് നാഫിഉ. അദ്ദേഹം പറയാണ്, وقد أراني عبد الله المكان الذي كان يعتكف فيه رسول الله صلى الله عليه وسلم. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ ഹദീസ് പറഞ്ഞിട്ട് എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്ന സ്ഥലം കാണിച്ചു തരുമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ ഇഅ്തികാഫ് ഇരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ അടുത്തുള്ള ആ ഭാഗത്തായിരുന്നു. അതന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസ്, أن النبي صلى الله عليه وسلم كان إذا اعتكف. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നാൽ തുരിഹ ലഹു ഫിറാഷുഹു. അല്ലാഹുവിൻ്റെ റസൂൽ എന്തെങ്കിലും വിരിപ്പ് ആ പള്ളിയിൽ വിരിക്കുമായിരുന്നു.
അല്ലെങ്കിൽ ഔ യൂലഉ ലഹു സരീറുഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാൻ ഉപയോഗിക്കുന്ന വസ്തു പള്ളിയിൽ സ്ഥാപിക്കുമായിരുന്നു. പള്ളിയിൽ എന്ത് ചെയ്യാം? കിടക്കാൻ വേണ്ടിയിട്ട്. വറാഅ ഉസ്തുവാനത്തി തൗബ, ആ റസൂലിൻ്റെ സ്ഥലം പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സരീർ വെച്ച് കിടന്നിരുന്ന സ്ഥലം ഇഅ്തികാഫിരിക്കുമ്പോൾ ഉസ്തുവാനത്ത് തൗബ എന്നുള്ള, ഇപ്പോൾ ആ തൂണ്, ഉസ്തുവാന എന്ന് പറഞ്ഞാൽ തൂണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിൽ ഓരോ തൂണിനും പേരുകളുണ്ട്. ആ തൂണിൻ്റെ പിറകിൽ ഒരു ചരിത്രമുണ്ട്. ഈ തൂണ് ഉസ്തുവാനത്തു തൗബ എന്നാണ് അറിയപ്പെടുക, അല്ലെങ്കിൽ ഉസ്തുവാനത്തു അബി ലുബാബ റളിയല്ലാഹു അൻഹു. അബി ലുബാബ ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു ഔസ് ഗോത്രക്കാരനായ അൻസാരിയായ സഹാബിയാണ്. അതിന് പിറകിലുള്ള ചരിത്രം, ആ തൂൺ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് റസൂലിൻ്റെ ഖബറിൻ്റെയും ആ റൗളയുടെയും അടുത്തായിട്ടാണ്. അവിടെയുള്ള ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട് അതിൻ്റെ അടുത്ത്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഔസ് ഗോത്രക്കാരനാണ്. ഹിജ്റ 5-ാം വർഷം ഖന്ദഖ് യുദ്ധത്തിന് ശേഷം, ഖന്ദഖ് യുദ്ധത്തിലാണ് ബനൂ ഖുറൈള റസൂലുമായിട്ടുള്ള കരാറ് ലംഘിച്ച് ഖുറൈശികളപ്പുറം കൂടുന്നത് അഹ്സാബ് യുദ്ധത്തിൽ. അപ്പോൾ ഖന്ദഖ് യുദ്ധത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു ബനൂ ഖുറൈളയെ ഉപരോധിക്കാൻ, യഹൂദി ഗോത്രം, കാരണം അവർ കരാർ ലംഘിച്ചു. അങ്ങനെ റസൂലും സഹാബാക്കളും ബനൂ ഖുറൈളയുടെ കോട്ട ഉപരോധിച്ചു 25 ദിവസം. അവസാനം വേറൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ബനൂ ഖുറൈള റസൂലിലേക്ക് ഒരാളെ അയച്ചു, നമുക്ക് സംസാരിക്കണം. നമുക്ക് ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ വേണ്ടിയിട്ട് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. കാരണം അദ്ദേഹം ഹലീഫായിരുന്നു, ഔസ് ഗോത്രക്കാരനാണല്ലോ. അപ്പം പരസ്പരം മുമ്പേ ബന്ധമുണ്ട് ബനൂ ഖുറൈളയായിട്ട്. അപ്പോൾ അബൂ ലുബാബയെ പറഞ്ഞയച്ചു. ലുബാബ അവിടെ ചെന്നപ്പോൾ, പരിചയമുള്ള ആളാണ്, മദീനക്കാരാണല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വന്ന് നിലവിളിക്കാൻ തുടങ്ങി സഹാബിയുടെ മുമ്പിൽ. അപ്പം ഫറഖ ഖൽബുഹു, അബൂ ലുബാബയുടെ മനസ്സൊന്ന് തണുത്തു. അദ്ദേഹത്തിനൊരു ദയ തോന്നി യഹൂദികളോട്, ബനൂ ഖുറൈളക്കാരോട്. അപ്പോൾ അവർ ചോദിച്ചു, അനൻസിലു അലാ ഹുക്മി മുഹമ്മദിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിൽ നമ്മൾ വഴങ്ങട്ടെ, റസൂലിന് മുമ്പിൽ കീഴടങ്ങട്ടെ എന്ന് ചോദിച്ചു. കാരണം ബനൂ ഖുറൈളയുടെ തീരുമാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് സഅദ് ബിൻ മുആദിനെയാണ്. കാരണം സഅദ് ബിൻ മുആദ് അൻസാർ ഔസ് ഗോത്രത്തിൻ്റെ നേതാവാണ്. അപ്പോൾ സഅദ് ബിൻ മുആദാണ് അവരവിടുന്ന് നാട് കടത്തണം എന്നുള്ള തീരുമാനം റസൂലിനെ അറിയിച്ചു കൊടുത്തത്. സഅദ് ബിൻ മുആദാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നമ്മൾ കീഴടങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, നിങ്ങൾ കീഴടങ്ങണ്ട, കീഴടങ്ങിയാൽ നിങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങളെ കൊല്ലലാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു അവരോട്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപം തോന്നി, തൗബയുടെ മനസ്സ്. കാരണം റസൂൽ പറയാത്തൊരു കാര്യം അദ്ദേഹം അവരോട് പറഞ്ഞത്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും വഞ്ചിക്കരുത്, നിങ്ങളുടെ അമാനത്ത് നിങ്ങൾ ലംഘനം കാണിക്കരുത്, അമാനത്തിൽ വഞ്ചന കാണിക്കരുത്. ഈ ആയത്ത് ഈ സഹാബിയുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഈ സഹാബിക്ക് ആകെ ടെൻഷനാണ്. കാരണം റസൂൽ തീരുമാനിക്കാത്തൊരു കാര്യം അവർ അറിയിക്കണം, അവരോടുള്ള ദയ കാരണം അറിയിച്ചു പോയതാണ്. സഹാബി എന്ത് ചെയ്തു? തിരിച്ച് വന്നപ്പോൾ റസൂലിൻ്റെ അടുത്തേക്ക് പോയില്ല, നേരെ അല്ലാഹുവിൻ്റെ റസൂലിനെ പള്ളിയിലേക്ക് പോയി, ഒരു കയറെടുത്തു. എന്നിട്ട് റസൂലിൻ്റെ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ തൂണിൽ സ്വയം ബന്ധിസ്ഥനായി ആ കയറ് കൊണ്ട് സ്വയം കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു എൻ്റെ തൗബ സ്വീകരിക്കുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഒരു കാര്യത്തിനും ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങൂല. അങ്ങനെ 6 രാത്രി അദ്ദേഹം ആ തൂണിൽ ബന്ധസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് ഓരോ നിസ്കാരത്തിൻ്റെ സമയത്തും ആ കെട്ടയച്ചു കൊടുക്കും. അങ്ങനെ അദ്ദേഹം നിസ്കരിക്കും, പിന്നെ സ്വന്തം അവിടെ കെട്ടി അവിടെ ഇരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ലുബാബ നേരെ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, അള്ളാഹ് പുറത്തു കൊടുക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. റസൂലിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു മടി, തെറ്റ് ചെയ്തല്ലോ. പക്ഷെ 6-ാമത്തെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. അപ്പോഴാണ് രാത്രി റസൂൽ ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് റസൂൽ ചിരിക്കാൻ. അപ്പോൾ ഉമ്മു സലമ ചോദിച്ചു,
അല്ലാതെ റസൂൽ എന്തെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ റസൂൽ സന്തോഷ വാർത്ത അറിയിച്ചു, അബൂ ലുബാബയുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു. അതാണ് സൂറത്ത് തൗബയിലുള്ള ആയത്ത്, വആഖറൂന അഅ്തറഫൂ ബിദുനൂബിഹിം ഖലതു അമലൻ സാലിഹ വആഖറ സയ്യിഅ. ചില ആൾക്കാർ അവർ സ്വയം തെറ്റ് മനസ്സിലാക്കി, അഅ്തറഫൂ ബിദുനൂബിഹിം, അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കി. അതാണ് അസല്ലാഹു അൻ യതൂബ അലൈഹിം, അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു എന്നുള്ള ആയത്ത്. അപ്പം അദ്ദേഹം അപ്പോഴാണ് ആ കെട്ട് സ്വയം അഴിച്ച് ആ തൂണിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് കിടക്കുന്നത്. അതാണ് ആ തൂണിന് എന്ത് ചെയ്തത്? ഉസ്തുവാനത്തു തൗബ എന്ന് പേര് വന്നത്. അല്ലെങ്കിൽ ഉസ്തുവാനത്തു അബി ലുബാബ. അപ്പോൾ ആ തൂണിൻ്റെ അടുക്കലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്നത് എന്നാണ് സംഭവം. അപ്പോൾ ഇത്രയും ഹദീസുകളാണ് ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകളുണ്ട്. അതിൽ ഏതാനും ചുരുങ്ങിയ ഹദീസുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിച്ചത്. ആ ഓരോ ഹദീസിൽ നിന്നും ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ പറയുകയും ചെയ്തു. അടുത്തത് ഇഅ്തികാഫിൻ്റെ ഹുക്മ്. ഇഅ്തികാഫിൻ്റെ ഹുക്മ് സുന്നത്തുൻ മുഅക്കദ. കാരണം അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ كان رسول الله صلى الله عليه وسلم إذا أراد أن يعتكف صلى الفجر ثم دخل معتكفه. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അപ്പോൾ അവിടെ വാജിബായ ഒരു കാര്യത്തിൽ എന്തില്ല? ഇറാദത്തില്ല. കാരണം വാജിബായ കാര്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അവിടെ നമ്മൾ ഇറാദത്തിന് പ്രസക്തിയില്ല. സുന്നത്തായത് കൊണ്ടാണ് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അറാദ എന്ന് പറഞ്ഞത്. ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യുമായിരുന്നു? ഇഅ്തികാഫ് ചെയ്യുമായിരുന്നു. വാജിബായതോ അവിടെ നമ്മൾ ഇറാദത്തിന് പ്രസക്തിയില്ല. അവിടെ ഹത്മനാണ്, അത് കൽപ്പിക്കും, നമ്മൾ ചെയ്യുന്നു. മറ്റേത് സുന്നത്ത് അങ്ങനെയല്ല. നമുക്ക് എന്തുണ്ട്? അവിടെ ഉദ്ദേശിക്കാനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസാണ് സുന്നത്തുൻ മുഅക്കദ എന്ന് പറയാൻ തെളിവായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. അടുത്തൊരു മസല, ഇഅ്തികാഫ് ഏത് പള്ളിയിലും ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കുറേ പ്രശ്നക്കാരുണ്ട്, ഫിത്നക്കാരുണ്ട്. ഇന്ന പള്ളിയിൽ മാത്രമേ ഇഅ്തികാഫ് പാടുള്ളൂ എന്ന് പറയുന്നവർക്കുണ്ട്. അപ്പോൾ അതിന് ആ മസല വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർക്കിടയിൽ 3 അഭിപ്രായങ്ങളാണ് ഈ ഒരു മസലയിലുള്ളത്. ഒന്ന്, 3 പള്ളികളിലെ ഇഅ്തികാഫ് പാടുള്ളൂ. മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ. അതൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ആ ഹദീസ് ലഈഫാണ്, ലാ യുഹ്തജു ബിഹി, അതുകൊണ്ട് എന്തില്ല? തെളിവെടുക്കൂല. രണ്ടാമത്തെ അഭിപ്രായം, മസ്ജിദുൽ ജാമിഅ, ജുമുഅ നടക്കുന്ന പള്ളിയിൽ മാത്രമാണ് ഇഅ്തികാഫ് ഇരിക്കാനുള്ള മസലയുള്ളത്. അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അവിടെ റസൂലിൻ്റെ സുന്നത്ത് ഇങ്ങനെ പറയുമ്പം വലാ യഅ്തകിഫു ഇല്ലാ മസ്ജിദിൽ ജാമിഅ എന്നൊരു വാക്കുണ്ട്. ജുമുഅ നടക്കുന്ന പള്ളിയിൽ മാത്രമേ ഇഅ്തികാഫ് ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ആ വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും സ്ഥിരപ്പെട്ടതല്ല, മറിച്ച് അത് ഇമാം സുഹരിയുടെ വാക്കാണ്. അത് ഏതോ ഒരു റാവിക്ക് ഗലത്ത് സംഭവിച്ച്, വഹ്മ് സംഭവിച്ച്, അത് മുദ്റജായിട്ട് ഹദീസിൽ കടന്നുകൂടിയതാണ്. അപ്പോൾ ആ ഒരു വാദവും എന്തല്ല? റാജിഹല്ല, പ്രബലമല്ല എന്ന് മനസ്സിലായി. മൂന്നാമത്തെ വാദമാണ് ഏത് പള്ളിയിലും ഇഅ്തികാഫ് ഇരിക്കാം. അതിന് തെളിവായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ആയത്ത് വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയം. അവിടെ അൽ മസാജിദ് എന്ന വാക്കാണ്. അൽ മുഅറഫ് ബിൽ അലിഫി വല്ലാമി യുഫീദുൽ ഉമൂം. അലിഫ്ലാം കൊണ്ട് മാരിഫ ഇസ്മെന്തെയും ഉമൂമിനെ അറിയിക്കും, ഇസ്തിഗ്റാഖിൻ്റെ അലിഫ്ലാം. അപ്പോൾ അൽ മസാജിദ് എന്ന പദം അലിഫ്ലാം കൊണ്ട്, ഇസ്തിഗ്റാഖിൻ്റെ അലിഫ്ലാം കൊണ്ട് മാരിഫ ഇസ്മാണ്. അപ്പോൾ അതെന്ത് അറിയിക്കും? എല്ലാ പള്ളിയും എന്ന വാക്ക് ആ ഒരു വാക്കിൽ നിന്നും കിട്ടും. അപ്പോൾ അതിനെ ഖാസാക്കുന്ന, ആ ഉമൂമിനെ ഇല്ലാതാക്കുന്ന ഒരു ദലീലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പം ഈ ആയത്തിൽ നിന്ന് മനസ്സിലായി? ഏത് പള്ളിയിലും ഇഅ്തികാഫ് ഇരിക്കാം എന്ന് മനസ്സിലായി. അതാണ് ആ മസല പറയാനുള്ളത്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ
എത്തിക്കാഫ് ഇരിക്കേണ്ടത് വീട്ടിലല്ല, പള്ളിയിലാണ്. അതും ഈ ആയത്തിൽ നിന്നായി മനസ്സിലായി. അന്തും ആകിഫൂന ഫിൽ മസാജിദ്. കാരണം നിങ്ങൾ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. എപ്പോൾ? നിങ്ങൾ പള്ളികളിൽ എത്തിക്കാഫ് ഇരിക്കുന്ന സമയം. അപ്പോൾ അവരും വേണ്ട പള്ളിയിൽ. അപ്പോൾ രണ്ടാൾക്കാരുടെയും എത്തിക്കാഫ് എവിടെയാണ്? പള്ളിയിലാണ്, വീടുകളിലില്ല. അതുപോലെ തന്നെ വീടിൽ പ്രത്യേകമായി നിസ്കരിക്കാൻ ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ സ്ഥലത്തും എത്തിക്കാഫ് ലാ യജൂസ്, ജായിസ് അല്ല. അടുത്തത് മുബ്തിലാത്തുൽ ഇഅ്തികാഫ്. ഇഅ്തികാഫ് ബാത്തിലാകുന്ന കാര്യങ്ങൾ, അഥവാ ഫസാദാക്കുന്ന കാര്യങ്ങൾ. ഒന്ന് അർരിദ്ദത്തു, മുർത്തദ്ദാവുക. എല്ലാ അമലുകളും പോലെ ഒരാൾ മുർത്തദ്ദായാൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അവൻ്റെ ഇഅ്തികാഫ് ബാത്തിലായി. രണ്ട് അൽ ഖുറൂജു മിനൽ മസ്ജിദി ലിഗൈരി ഹാജത്തിൻ, അനാവശ്യമായി ഒരാവശ്യവുമില്ലാതെ പള്ളിയിൽ നിന്നും പുറത്തെടുക്കുക. അത് ഹദീസിൽ ഉദ്ധരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഹദീസിനാണ് എനിക്ക് തെളിവ്. മൂന്നാമത്തത് അൽ ഹൈദു, പെണ്ണുങ്ങൾക്ക് ഹൈലാവുക. ഹൈലായാൽ എന്ത് ചെയ്യണം? പള്ളിയിൽ നിന്നും പുറത്തേക്ക് കിടക്കണം, അവളുടെ എത്തിക്കാഫ് ഫാസിദായിരിക്കുന്നു. 4 അൽ ജിമാ, പള്ളിയിൽ നിന്നും ജിമാ ചെയ്യുക, മനഃപൂർവ്വം ഉദ്ദേശപ്രകാരം മനി പുറപ്പെട്ടാൽ, ജിമാ ആണെങ്കിലും ജിമാ അല്ലാതെ ആണെങ്കിലും മനി പുറപ്പെട്ടാൽ എത്തിക്കാഫ് ബാത്തിലായി. 5 അൽ ഇൻസാലു ബിസബബിൽ മുബാഷറ, അതുപോലെ തന്നെ പെണ്ണുങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് മനി പുറപ്പെട്ടാൽ എത്തിക്കാഫ് ബാത്തിലായി. ഈ 5 കാര്യങ്ങളാണ് എത്തിക്കാഫ് ബാത്തിലാകുന്ന കാര്യങ്ങളായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് എത്തിക്കാഫുമായി ബന്ധപ്പെട്ട മസലകൾ. അടുത്തത് ഇപ്പം കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി എവിടെയൊക്കെയാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഇഖ്തിലാഫിലായത് എന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.